ഹായ് മകളെ, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കോണ്ടന്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക. അത്രയധികം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമായിരിക്കും. 10ാം ക്ലാസ് ആവട്ടെ, +1 ആവട്ടെ, +2 ആവട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ +1 അല്ലെങ്കിൽ ഈ മോഡൽ എക്സാമിന് ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് എളുപ്പമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനും കാണണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച ചെറിയൊരു ഭാഗം നിങ്ങളോട് പറയുകയാണ്. അത്യാവശ്യം ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഞാനാണ്. +2 ലാബ് എക്സാമിന് പോവുകയാണ്. അപ്പം എല്ലാ ക്ലാസ്സിലും അത്യാവശ്യം നല്ല പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഞാൻ +2 മോഡൽ എക്സാമിന് ലാബിൽ കയറി. ഭാഗ്യവശാൽ ഞാൻ ചെയ്ത എല്ലാ ചോദ്യവും വളരെ പെട്ടെന്ന് തന്നെ ശരിയാവുകയും ടീച്ചർ വളരെ നല്ലൊരു അഭിപ്രായം എന്നോട് പറയുകയും ചെയ്തു. 40ൽ 39 മാർക്ക് നിനക്ക് മോഡൽ എക്സാമിന് ഫിസിക്സിനുണ്ട്, സോ ധൈര്യമായിട്ട് വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ട് ആദ്യമായിട്ട് ലൈഫിൽ എനിക്കൊരു ഒരു ടീച്ചർ എടുത്ത് നല്ല വാക്കുകളൊക്കെ അങ്ങനെ കിട്ടിയത് ഭയങ്കര സന്തോഷത്തിൽ ഞാൻ നിൽക്കുകയാണ്. അങ്ങനെ അതെൻ്റെ കോൺഫിഡൻസ് വല്ലാതെ കൂട്ടി. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ഏതെങ്കിലും സബ്ജക്റ്റുകളൊക്കെ എളുപ്പമായിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനോട് നിങ്ങൾക്കൊരു ഇഷ്ടം വരികയും ആ സബ്ജക്റ്റ് ഇനിയും പഠിക്കാനുള്ളൊരു തോന്നലുണ്ടാവുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത് പതിയെ ഓവർ കോൺഫിഡൻസ് ആണുള്ള സാധ്യതയുണ്ട്. അതായത് മോഡൽ എക്സാമിൽ ഈ സബ്ജക്റ്റ് എനിക്ക് എളുപ്പമല്ലോ, അതുകൊണ്ട് അത് ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ പഠിക്കുന്നില്ല, ലാസ്റ്റിലേക്ക് പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അങ്ങനെ എൻ്റെ ആ ഫിസിക്സ് എക്സാമിൻ്റെ പബ്ലിക് ലാബ് എക്സാം വരികയാണ്. അതിൽ ക്ലാസ്സിൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ കുട്ടിയായിട്ടാണ് ഞാൻ മാറിയത്. 40ൽ 30 മാർക്ക്. പ്രിയപ്പെട്ട മക്കളെ, അവിടെ എനിക്ക് സംഭവിച്ചത് ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. അല്ലെങ്കിൽ ഫിസിക്സ് എനിക്ക് കുഴപ്പമില്ല, ഞാൻ മോഡൽ എക്സാമിന് അത്യാവശ്യം ചെയ്തല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും എനിക്ക് പബ്ലിക് എക്സാമിന് കിട്ടുക എന്നൊരു കോൺഫിഡൻസ് എന്നെ ഒരു പക്ഷേ മറ്റു സബ്ജക്റ്റുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഈ സബ്ജക്റ്റിൽ കുറച്ചൊരു പ്രയോറിറ്റി കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട്. അത് തന്നെ എൻ്റെ മാർക്ക് കുറയാനും കാരണമായി. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റുകൾ മാത്സോ, ഫിസിക്സോ, കെമിസ്ട്രിയോ, ബയോളജിയോ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് എളുപ്പമായിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും മാറ്റി വെക്കരുത്. നിങ്ങൾ ഏത് ക്ലാസ്സിൽ നിന്നാണെങ്കിലും തുടങ്ങിയ സമയത്ത് മുതലേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എളുപ്പമാണെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റിനെ പറ്റി പേടിക്കേണ്ട. പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ അത് പോകും. ഇനി ഏതെങ്കിലും ഘട്ടങ്ങളിലാണ് നിങ്ങൾക്ക് മാർക്ക് കൂടിയതെങ്കിൽ, ഏതെങ്കിലും സബ്ജക്റ്റിന് ഏതെങ്കിലും ഘട്ടങ്ങൾ, അതായത് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ മാർക്ക് കൂടിയതെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റിനെ ഒരിക്കലും വിട്ട് കളയരുത്. കാരണം അത് പബ്ലിക് എക്സാമിന് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ നിങ്ങളിപ്പം എളുപ്പമായ സബ്ജക്റ്റ് എന്ന് കരുതി നിങ്ങൾ മാറ്റി വെക്കാതെ ഈ വരുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ആ സബ്ജക്റ്റ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ A+ നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെ നിൽക്കുക. പിന്നെ മോഡൽ എക്സാം എളുപ്പമായി എന്ന് കരുതി ഒരിക്കലും പബ്ലിക് എക്സാം എളുപ്പമാവണമെന്നില്ല, അല്ലെങ്കിൽ മോഡൽ എക്സാം ടഫായി എന്ന് കരുതി പബ്ലിക് എക്സാം ടഫ് ആവണമെന്നില്ല. അപ്പോൾ അത് ഡിപ്പെൻഡാണ്. പക്ഷേ നിങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാക്സിമം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഓരോ സബ്ജക്റ്റിലെയും പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതല്ലാത്ത ചോദ്യങ്ങളും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സമയം നിങ്ങളുടെ ടൈം ടേബിളിൻ്റെ ഉള്ളിലുണ്ട് എന്നത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. സോ ഓരോ സബ്ജക്റ്റും കൃത്യമായുള്ള ഒരു പ്ലാനോടുകൂടി, ഇനി നിങ്ങൾക്ക് പ്ലാൻ ഇല്ലെങ്കിൽ ഞങ്ങൾ പ്ലാൻ തരുന്നുണ്ട്, നമ്മുടെ ചാനലിലേക്ക് മാത്രം വന്നാൽ മതി. ഇപ്പോൾ SLC കുട്ടികളാണെങ്കിൽ SLC എന്ന യൂട്യൂബ് ചാനലിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. +1 +2 കുട്ടികൾക്കും ഇതേപോലെ പ്ലാനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാകുന്നത് ഞങ്ങൾ വാക്ക് തരികയാണ്. നിങ്ങളുടെ കൂടെയല്ല, നിങ്ങൾക്കൊപ്പം തന്നെ ഞങ്ങളുണ്ട്. സോ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പം എളുപ്പമായിട്ടുണ്ടെങ്കിലും ടഫായിട്ടുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കരുത്. എല്ലാം ഒരേ ലെവലായിട്ടാണ് കാണുന്നത്. കാരണം നമ്മുടെ മോഡൽ എക്സാം ഒരിക്കലും നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ടിനെ ബാധിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാം ടഫായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം പറയുന്നത് അത് നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആവരുത്. അത് ഇനി പഠിച്ചാൽ നിങ്ങൾക്ക് A+ നേടാൻ പറ്റും. ആ A+ നേടുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിരിക്കും. അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഭാവിയിൽ പോകുന്ന കോഴ്സിലേക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്യും. സോ കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, ലേണിംഗ്. ബൈ.